അങ്ങനെ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പേ രമ്യയുടെയും രവിയുടെയും ബന്ധുക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. കുറച്ച് പേർ വീട്ടിലുണ്ട് താനും. രമ്യയ്ക്കും രവിക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇപ്പോൾ വീടൊരു കല്യാണ വീടായി മാറിയിരിക്കുന്നു. രമ്യയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. രാവിലെ വന്നിട്ട് അവർ വൈകിട്ടാണ് പോകാറ്. രമ്യ ഒരുക്കാനും ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാനും മൈലാഞ്ചി ഇടാനും എല്ലാ ആഘോഷത്തിനും എല്ലാവരും മുൻപിലുണ്ട്. ചിലരൊക്കെ അവളെ കളിയാക്കാറുമുണ്ട്. അങ്ങനെ അവളും ആ വിവാഹത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ വരവായി. കല്യാണത്തിൻ്റെ തലേന്ന് വലിയ ഡാൻസും പാർട്ടിയും ഒക്കെ ആയിരുന്നു. എല്ലാവരും കൂടി ഡാൻസ് പാർട്ടിയും എല്ലാമായിരുന്നു. രവിയുടെയും രമ്യയുടെയും ഡാൻസ് വരെ അവർ സെറ്റ് ചെയ്തു. രമ്യയും രവിയും ചെറിയ രീതിയിൽ ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാനും മനസ്സിലാക്കാനും തുടങ്ങിയ ദിവസങ്ങളായിരുന്നു മുന്നോട്ട്. പിറ്റേന്ന് കല്യാണമാണ്. രാവിലെ തന്നെ രമ്യ കുളിച്ചു തൊഴുത് വന്നു. അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. രവിയും ഒപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചു. തിരികെ വന്നു. ശേഷം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ. അത്യാവശ്യം സ്വർണങ്ങളൊക്കെ രമ്യയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. രമ്യയെ കല്യാണപ്പുടവയും സ്വർണങ്ങളുമൊക്കെ അണിയിച്ച് നല്ല അതീവ സുന്ദരിയായൊരു വധുവാക്കി മാറ്റി. ഇപ്പോൾ കണ്ടാൽ നല്ല പക്വത അവൾക്ക് തോന്നുന്നുണ്ട്. രവിക്ക് ചേർന്ന നല്ല ഒത്തയൊരു പെണ്ണ്. കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നിയത്. രവിയും സുന്ദരക്കുട്ടപ്പനായിരുന്നു. കല്യാണം പ്രമാണിച്ച് രവിയും ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് കറങ്ങി. അങ്ങനെ കല്യാണത്തിൻ്റെ താലികെട്ടിൻ്റെ സമയമായി. രവി മണ്ഡപത്തിലിരിപ്പുണ്ട്. രമ്യയെ എല്ലാവരും കൂടി ആനയിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. താലപ്പൊലി ഉൾപ്പെടെയായിരുന്നു. രമ്യ നന്നായി ടെൻഷനിലായിരുന്നു. ശരീരം ഇടയ്ക്കിടയ്ക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ മണ്ഡപത്തിൽ രവിക്കൊപ്പം ഇരുന്നു. ആ നിമിഷത്തിൽ അവളുടെ മനസ്സിൽ കൂടി പല പല ചിന്തകൾ കടന്നുപോയി. അതുപോലെ രവിയുടെ മനസ്സിൽ കൂടിയും. അടുത്തിരിക്കുന്ന ആൾ ആരാണെന്നുള്ള ബോധം ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വരുന്നുണ്ടായിരുന്നു. തൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് താൻ അവരോടൊപ്പം നിന്നിരുന്നതും ഒക്കെ അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ചേച്ചിയോടൊപ്പം കല്യാണം കഴിച്ചിരുന്ന ചേച്ചിയുടെ ഭർത്താവായി ജീവിച്ചിരുന്ന ആളാണ് തനിക്കൊപ്പം തൻ്റെ ഭർത്താവായി തൊട്ടടുത്ത് ഇരിക്കുന്നത്. അവളുടെ മനസ്സിൽ എന്തോ പോലെ. രവിയും അതായിരുന്നു ചിന്തിച്ചിരുന്നത്. രമ്യയെ താൻ കല്യാണം കഴിക്കുമ്പോൾ രമ്യ കൊച്ചുകുട്ടിയായിരുന്നു. ഇന്ന് തൻ്റെ ഭാര്യയായി മാറുകയാണ്. രവി ചിന്തിച്ചു. കാലത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഒന്നും നമ്മുടെ കയ്യിലല്ല. ദൈവം ഒന്ന് തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയതല്ല. അവൻ ദീർഘനിശ്വാസം ഇട്ടു. അപ്പോഴേക്കും താലി കെട്ടാനുള്ള സമയമെടുത്തു. താലി കെട്ടാനായി രമ്യയുടെ കഴുത്തിനടുത്തേക്ക് അവൻ്റെ കൈകൾ ചെന്നു. അവൻ്റെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ വിറയലിൽ താലിച്ചരട് കയ്യിൽ നിന്ന് പോകുമോ എന്ന് പോലും അവൻ ഭയന്നു. രമ്യ ഏതോ സ്വപ്നലോകത്തെന്നവണ്ണം ഇരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവനത് ശ്രദ്ധിച്ചു. താലി കെട്ടി. അതിനുശേഷം സിന്ദൂരം നെറുകയിൽ അണിയിക്കേണ്ട ചടങ്ങായി. അവൻ്റെ കൈയും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. താനൊരു സ്വപ്നലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത് രവിക്ക് തോന്നി. അതുപോലെ തന്നെ രമ്യയ്ക്കും. സിന്ദൂരം അവളുടെ നെറുകയിൽ അണിയിച്ചു. അതിനുശേഷം രണ്ടുപേരെ കൈകൾ പരസ്പരം അച്ഛൻ പിടിച്ചു വെച്ചു കൊടുത്തു. അവൾ അവൻ്റെ കൈകളിലേക്ക് അവളുടെ കൈകൾ അമർത്തിയപ്പോൾ എന്തോ ഒരു ടെൻഷൻ അവളുടെ ശരീരത്തിൽ കടന്നുകൂടി. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു താൻ. രവിയും അതുതന്നെയാണ് ചിന്തിച്ചത്. ഇനി മുതൽ രമ്യ തൻ്റെ ഭാര്യയായി മാറിയിരിക്കുന്നു, തൻ്റെ സ്വന്തമായി മാറിയിരിക്കുന്നു അവൻ ചിന്തിച്ചു. ശേഷം ഫോട്ടോ സെക്ഷനിലേക്ക് പോയി. പലതരത്തിലുള്ള പോസുകളിൽ ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം ആഹാരം കഴിക്കുന്നിടത്തേക്ക് പോയി. ആഹാരം ഒരുമിച്ചിരുന്നു കഴിച്ചു. ക്യാമറമാൻ ഇടയ്ക്ക് പറഞ്ഞു,
രവി രമ്യയ്ക്ക് വാരിക്കൊടുക്കൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം പുറപ്പെടാൻ സമയമായി. ബന്ധുക്കളെല്ലാം ചുറ്റും കൂടി. ഇന്നത്തെ ദിവസം രവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് രമ്യയുടെ വീട്ടിലേക്ക് വരുന്നതെന്നൊന്നും അറിയില്ല. രവിയുടെ വീട്ടുകാർ രമ്യയ്ക്കും രവിക്കുമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രവിയുടെ വീട്ടുകാരുടെ കാറിൽ രമ്യയും രവിയും രവിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നതും അവളെ സ്വീകരിക്കാൻ അമ്മായിയമ്മ വിളക്കുമായി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടർക്കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന സ്റ്റോറീസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ.